ഹലോ എല്ലാവർക്കും സ്റ്റെപ്പ് ഇത് റീഷിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക്. ഞാൻ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനാണ് വന്നത്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് മാത്രമല്ല, നമുക്ക് കൂടുതലായിട്ടും മെയിനായിട്ട് വേണ്ടത് ഫ്രീ ബുക്സ് ആണ്. അതായത് നമ്മൾ പൊതുവേ പറയും നമ്മുടെ ഡ്രീംസ് ഒന്നും ആരോടും ഷെയർ ചെയ്ത് ഞാൻ നടക്കില്ല എന്നൊക്കെ പറയും അല്ലേ. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നടന്നൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാൻ കൂടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് വയ്ക്കുന്നത്. രണ്ടാമതൊരു ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് സീക്രട്ട് ബുക്ക് എന്ന് പേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഡ്രീം ബുക്ക് എന്ന് വേണമെങ്കിലും വിളിക്കാം. ഒരു ബുക്കും കൂടി നിങ്ങൾ എക്സ്ട്രാ വാങ്ങണം. എന്നിട്ട് അത് നിങ്ങളിപ്പോൾ എന്താ പറയുക, സ്ഥിരമായിട്ട് ജേണലൊക്കെ എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തോ അതല്ലെന്നുണ്ടെങ്കിൽ റഫായിട്ടോ നോർമലായിട്ടോ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിലേക്ക് ഒന്ന് പകർത്തി വയ്ക്കുക. ലൈക്ക് ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് ഇതാണ് ഡ്രീം, ഇതെനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഇതെനിക്ക് വേണം, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് എഴുതി വെച്ച് തുടങ്ങുക. ഇതൊക്കെ കുറേയൊക്കെ നമ്മുടെ ആങ്സൈറ്റി ഇഷ്യൂസ്, ഇപ്പോൾ എന്താ പറയുക, അയ്യോ നമുക്ക് കുറേ കാര്യങ്ങൾ ഭാവിയിൽ ഓർത്ത് ടെൻഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ ഈ ബുക്കിൽ, ഡ്രീം ബുക്കിൽ അല്ലെങ്കിൽ സീക്രട്ട് ബുക്കിൽ നമ്മൾ എഴുതി വയ്ക്കുന്നതിലൂടെ ഇറ്റ് ഷുഡ് ബി എ ഗുഡ് പ്രാക്ടീസ്. നമുക്കൊരു ഇൻഡിപെൻഡൻസി വരാൻ വേണ്ടിയിട്ടും നമുക്കൊരു കുറച്ച് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടന്ന രീതിയിൽ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ്. ഇത് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ടു എവ്രി വൺ. ഞാനത് യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പറയണേ, എനിക്കിപ്പോൾ പറയണം, എനിക്കൊരു എന്താ പറയണേ, ഒരു ഫോൺ വാങ്ങിക്കാൻ, ഒരു എക്സാമ്പിൾ ഒരു ഐഫോൺ വാങ്ങിക്കാൻ എനിക്കൊരു ആഗ്രഹം. ഇത് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ ഏത് രീതിക്ക് പല റെസ്പോൺസ് വരും. മനുഷ്യന്മാരാണ്, പല റെസ്പോൺസും വരാൻ ചാൻസസ് ഉണ്ട്. ഇത്രയും പൈസയുള്ള ഫോൺ എന്തിനാണ് വാങ്ങിക്കുന്നത്, അതിന് നമുക്ക് വേറെ വല്ലതും ചെയ്തുകൂടെ എന്ന് പറയുമ്പോൾ അത് നമ്മളിലേക്ക് അറിയാതെ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടിട്ട് ഒരു ബുക്കിനോട് പറയുക, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കുക. സോ അത് പിന്നീട് നമ്മൾ തന്നെ പിന്നെ എടുത്ത് വായിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മളിലേക്ക് പോസിറ്റീവ് കൊണ്ടുവരുന്നത് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അത് നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇതിനെ മാനിഫെസ്റ്റേഷൻസ് വിളിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇത് എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിനെന്നെ വർക്കൗട്ട് ആവാൻ ഹെൽപ്പ് ചെയ്തിട്ടൊരു പുസ്തകമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇറ്റ് ഷുഡ് ബി വർക്ക്സ്. എന്നാൽ ചോദിച്ചാൽ മാത്രം പോരാ, തരുന്നതിന് നമ്മൾ നേച്ചറിനോടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോടോ അല്ലെങ്കിൽ ഫ്രണ്ടിനോടോ ആരോടാണെങ്കിലും നന്ദി പറയാനും മറക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് ബുക്ക്. ഇറ്റ്സ് കോൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക്. അതെന്തായാലും ലൈഫിൽ ഉണ്ടായിരിക്കണം. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരിലേക്കും പോസിറ്റീവായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടേക്ക് കെയർ. ബൈ.